ഒരു തുള്ളി എണ്ണയോ നെയ്യോ ഇല്ലാതെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. ഇതുണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ഞാനിവിടെ 4 ചെറുപഴമാണ് എടുത്തിരിക്കുന്നത്. അത്യാവശ്യം നന്നായിട്ട് പഴുത്ത 4 ചെറുപഴമാണ് എടുത്തിരിക്കുന്നത്. ഇതാദ്യം ഒന്ന് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഫോക്കോ അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ മാഷറോ ഉപയോഗിക്കാവുന്നതാണ്. ഞാനിപ്പോൾ മാഷർ ഉപയോഗിച്ചത് നന്നായിട്ട് തന്നെ ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. മിക്സിയിലിട്ട് അരച്ചെടുക്കാതെ ഇതുപോലെ ഉടച്ചെടുക്കുന്നതാണ് ഈ ഒരു പലഹാരത്തിന് നല്ലത്. അപ്പോൾ ദാ ഈ ഒരു രീതിക്ക് നന്നായിട്ട് തന്നെ ഇവിടെ ഉടച്ചെടുത്തിട്ടുണ്ട്. വലിയ വലിയ കട്ടകളില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ ഉടച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് ടൈപ്പ് ചെറുപഴം വേണമെങ്കിലും എടുക്കാവുന്നതാണ്. നന്നായിട്ട് പഴുത്ത പഴം എടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി ഇതിലേക്ക് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 1/2 കപ്പ് തേങ്ങ ചിരകിയതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ഫ്ലേവറിനായിട്ട് 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്തിട്ടുണ്ട്. കൂടെ തന്നെ ഒരു നുള്ളു ഉപ്പും. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കറുത്ത എള്ളാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എള്ള് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഒഴിവാക്കിയാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിനായിട്ടുള്ള ശർക്കര പാനി തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു പാനിലേക്ക് 1/2 കപ്പ് പൊടിച്ച ശർക്കര ചേർത്തിട്ടുണ്ട്. കൂടെ തന്നെ 1/4 കപ്പ് വെള്ളമൊഴിച്ച് ശർക്കര പാനിയാക്കിയെടുക്കാം. ശർക്കരയൊക്കെ ഒന്ന് മെൽറ്റായി വന്ന് ഒന്ന് പതഞ്ഞ് വന്നാൽ മാത്രം മതി. ഇത് ചൂടോടുകൂടി തന്നെ അരിച്ചൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മുഴുവനായിട്ടും തന്നെ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് വരുമ്പോൾ ഒരു കുഴഞ്ഞ രീതിക്കുള്ള കൂട്ടാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. കൂട്ടിൻ്റെ കൺസിസ്റ്റൻസി ഞാൻ അവസാനം കാണിച്ചു തരാം. ആ ഒരു പാകത്തിനുള്ള കൂട്ട് റെഡി ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ മാത്രം എക്സ്ട്രാ വെള്ളം ചേർത്താൽ മതി. എനിക്കിതിലേക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. ഈ ഒരു രീതിക്കാണ് നമ്മളുടെ കൂട്ടിരിക്കേണ്ടത്. ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് കുക്ക് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഇവിടെ കുറച്ച് വാഴയില ആദ്യം തന്നെ ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് കൂട്ട് വെച്ച് കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ ആ ഒരു ഇലയുടെ അരികുകളൊക്കെ പിടിച്ച് ഒന്ന് നന്നായിട്ട് കവർ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇതിങ്ങനെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. നമ്മളുടെ കൂട്ട് അങ്ങനെ ഒരുപാട് ഒഴുകിപ്പോകുന്ന രീതിക്കല്ല ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിത് ഈസി ആയിട്ട് ഒന്ന് പിടിച്ച് കവർ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഈ ഒരു രീതിക്കാണ് ഇത് ചെയ്തെടുക്കുന്നത്. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ റെഡിയാക്കി എടുക്കാം. ഇനി ഇത് ആവിയിൽ വേവിച്ചെടുക്കാനാണ് പോകുന്നത്. അതിനായിട്ട് സ്റ്റീമർ നേരത്തെ വെള്ളമൊഴിച്ച് ആവി വരാൻ വേണ്ടി വെച്ചിരുന്നു. ആവി നല്ലപോലെ വന്നതിന് ശേഷം ഇത് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. ഇറക്കി വെച്ച് കൊടുത്തതിന് ശേഷം മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് 20 മിനിറ്റ് നേരത്തേക്കാണ് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കേണ്ടത്. ആ ഒരു സമയമാകുമ്പോഴേക്കും ഇത് പാകത്തിന് റെഡിയായി കിട്ടിക്കോളും. ഇപ്പോൾ ദാ 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതെല്ലാം നല്ല പാകത്തിന് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ചൂടാറി വന്നതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചെറുപഴവും ഗോതമ്പും ഉപയോഗിച്ചിട്ടുള്ള നമ്മളുടെ അട ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു 4 മണി പലഹാരമാണ്. ഒരുപാട് മധുരമൊന്നും കാണില്ല. ഒരു മിതമായിട്ടുള്ള മധുരം മാത്രമേ കാണുള്ളൂ. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്ത് ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ വേണ്ടി മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.